നമസ്കാരം. അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. LDCയുടെ 3 ഘട്ടങ്ങൾ ഇതുവരെ നടന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ SCRT ക്വസ്റ്റ്യൻസ് കയറി വന്നത് നമ്മുടെ ഈ തൃശ്ശൂർ 3-ാം ഘട്ടത്തിലാണ് അല്ലെ. തൃശ്ശൂരൊക്കെ നടന്ന 3-ാം ഘട്ടത്തിലാണ്. യുദ്ധത്തിന്റെ പരിണാമവും എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. കൂടാതെ സാഹിത്യ ഭാഗങ്ങളിൽ നിന്നും എല്ലായിടത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഘട്ടക്കാർ SCRT ഒന്ന് നന്നായി നോക്കി പോകേണ്ടത് അത്യാവശ്യമാണ്. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം എന്ന ലക്ഷ്മണ സാന്ത്വനത്തിന്റെ ആ ഭാഗവും അതുകൂടാതെ കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനത്തിലെ യുദ്ധത്തിന്റെ പരിണാമം എന്നുള്ള ഭാഗവുമാണ് നന്നായി നമ്മൾ കവർ ചെയ്ത് പോയേണ്ടത്. അപ്പൊ SCRT മൊത്തത്തിൽ നമുക്കൊന്ന് അരിച്ചു പെറുക്കി പഠിക്കാം. വരും. ആദ്യം സാഹിത്യ ഭാഗമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട കൃതികളും എഴുത്തുകാരും ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കിപ്പോകാം. ആദ്യത്തേത് കവികളുടെ ഭാഷ. കവികളുടെ ഭാഷ എന്നത് സച്ചിദാനന്ദന്റെ കൃതിയാണെന്ന് ഓർത്തു വെക്കണം. കവികളുടെ ഭാഷ സച്ചിദാനന്ദന്റെ കൃതിയാണ്. ലോകത്തെമ്പാടും കിളികൾക്ക് ഒരു ഭാഷയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് സച്ചിദാനന്ദന്റേതാണ്. ഇനി അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് എഴുത്തച്ഛനാണ്. ഇതിൽ നിന്നെടുത്ത ലക്ഷ്മണ സാന്ത്വനമാണ് നമുക്ക് ഒന്നാമത്തെ പാഠഭാഗമായി പഠിക്കാനുള്ളത്. രണ്ടാമത്തേത് പിന്നെ അഭിജ്ഞാന ശാകുന്തളമാണ്. അഭിജ്ഞാന ശാകുന്തളം നമുക്കറിയാം എഴുതിയത് കാളിദാസനാണ് എന്നറിയാം. ഇനി മലയാള ശാകുന്തളം 7-ാം അംഗം ഏതാന്ന് ചോദിച്ചാൽ അത് AR രാജരാജവർമ്മയാണ്. വിവർത്തനമാണ്. അതിൽ നിന്നുള്ള പാഠഭാഗമാണ് പഠിക്കാനുള്ളത്. മലയാള ശാകുന്തളം 7-ാം അംഗത്തിലെ ഭാഗമാണ്. നമുക്ക് AR രാജരാജവർമ്മ എഴുതിയതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്തത് കാളിദാസ പഠനങ്ങൾ എന്ന പേരിൽ ഒരു കൃതിയുണ്ട്. അത് ഡോക്ടർ NV കൃഷ്ണവാര്യരുടേതാണ് എന്നോർക്കണം. കാളിദാസ പഠനങ്ങൾ എന്ന കൃതി ഡോക്ടർ NV കൃഷ്ണവാര്യരുടേതാണ്. അടുത്തത് ലാ മിറാബലെ. അത് പാവങ്ങൾ എന്ന പേരിൽ വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. ലാ മിറാബലെ വിക്ടർ ഹ്യൂഗോയുടേതാണ്. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ നാലപ്പാട്ട് നാരായണ മേനോനാണ്. കൃതിയുടെ പേര് പാവങ്ങൾ എന്ന പേരിലാണ് അദ്ദേഹം തർജ്ജമ ചെയ്തത്. ഇനി നന്മയുടെ കാലം അസ്തമിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഹരികുമാറിൻ്റെതാണ് എന്നോർക്കണം. നന്മയുടെ കാലം അസ്തമിച്ചിട്ടില്ല എന്നത് ഹരികുമാർ ആണെന്ന് ഓർക്കണം. ഹരി എന്ന് പറഞ്ഞ വിഷ്ണുവിന്റെ ഒക്കെ ഒരു അവതാരമാണല്ലോ. ഈശ്വരന്മാര് നന്മയുടെ പ്രതീകമല്ലേ. അപ്പൊ നന്മയുടെ കാലം അസ്തമിച്ചിട്ടില്ല എന്നുള്ളത് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ഹരികുമാർ ആണ് എന്നോർത്തു വെക്കണം. അടുത്തത് തിരുക്കുറലാണ്. നമുക്കറിയാം തിരുക്കുറൽ തിരുവള്ളുവരാണ് അല്ലെ. തിരുക്കുറലൊക്കെ എഴുതിയത് തിരുവള്ളുവരാണ്. ഇനി വിശ്വരൂപം എന്ന പേരിൽ ഒരു ചെറുകഥയുണ്ട്. അത് നമ്മുടെ ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ്. മിസ്സിസ് തലത്ത്, സുധീർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങൾ വരുന്നത് ഇതിലാണ്. അതായത് ഓരോ അവരവരുടെ മക്കളെ അവരവർ തന്നെ വളർത്തണം എന്നൊരു സന്ദേശം നൽകുന്ന പാഠമാണ്. അല്ലെങ്കിൽ മക്കളും അമ്മയും തമ്മിലുള്ള ആത്മബന്ധം ഇല്ലാതാവുകയും മക്കൾക്ക് വയസ്സാം കാലത്തും അല്ലാതെയും അമ്മയെ വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നൊക്കെ രീതിയിൽ നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു കഥയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ വിശ്വരൂപം എന്നത്. അടുത്തത് നളിനി എന്ന ഖണ്ഡകാവ്യം. നമുക്കറിയാം കുമാരനാശാന്റെ പ്രസിദ്ധമായ ഒരു രചനയാണ്. കുമാരനാശാന്റെ ഇനീഷ്യല് N കുമാരനാശാനാണ് എന്നോർക്കണം കേട്ടോ. നളിനി എന്ന ഖണ്ഡകാവ്യം. കാളകൾ എന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് P ഭാസ്കരന്റേതാണ്. P ഭാസ്കരൻ. കാളകൾ എന്ന കൃതി P ഭാസ്കരന്റേതാണ്. അടുത്തത് കടൽ തീരത്ത്. PSC ഇടയ്ക്കിടെ ചോദിക്കുന്ന ഒരു ചെറുകഥയാണ്. അത് OV വിജയന്റേതാണ്. കഥാപാത്രങ്ങളുടെ പേര് നമുക്കറിയാം. വെള്ളായിയപ്പൻ, കണ്ടുണ്ണി മുതലായവർ കഥാപാത്രങ്ങളായി വരുന്ന കൃതിയാണ് OV വിജയന്റെ കടൽ തീരത്ത് എന്നത്. അടുത്തത് കാറ്റു പറഞ്ഞ കഥ. അതിൽ നിന്ന് കാറ്റു പറഞ്ഞ കഥ എന്നതും ആരുടേതാണ്? അത് OV വിജയന്റേതാണ് എന്നോർക്കണം. ഡോക്ടർ ഫൗസ്റ്റ് അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഗോയിധെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നളചരിതം ആട്ടക്കഥ നമുക്കറിയാലോ. ആട്ടക്കഥകളെ കുറിച്ചൊക്കെ അറിയാം. നളചരിതം ആട്ടക്കഥ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ഉണ്ണായി വാര്യരുടേതാണ് എന്നോർക്കണം. മഹാഭാരതം കിളിപ്പാട്ട് നമുക്ക് ഏവർക്കും അറിയാം. അത് എഴുത്തച്ഛന്റേതാണ്.
ഭാരത പര്യടനം ഇതൊരു നിരൂപണമാണ് എന്നോർക്കണം. നിരൂപണമാണ്. കുട്ടിക്കൃഷ്ണമാരാരുടേതാണ് എന്നോർക്കണം. അടുത്തത് ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതിയാണ്. അത് പെരുമ്പടവം ശ്രീധരന്റേതാണ്. പെരുമ്പടവം ശ്രീധരന്റെ കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെ എന്നത്. അത് കുറ്റവും ശിക്ഷയും എന്നതിന്റെ പരിഭാഷയാണെന്ന് ഓർക്കണം കേട്ടോ. കുറ്റവും ശിക്ഷയും എന്ന ഫിയോദർ ദസ്തേവിസ്കിയുടെ കൃതിയാണ്. അദ്ദേഹം കഥാപാത്രമായി വരുന്നതാണ് പെരുമ്പടവത്തിന്റെ ഏത് നമ്മൾ തൊട്ടു മുന്നിപ്പ തന്നെ പറഞ്ഞ ഒരു സങ്കീർത്തനം പോലെ എന്നതിലെ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാല് ദസ്തേവിസ്കി ആണെന്ന് ഓർത്തിരിക്കണം. അതുകൂടാതെ അതിലെ കഥാപാത്രത്തിന്റെ പേര് അന്ന എന്നുകൂടിയുണ്ട്. അടുത്തത് അക്കർമാശി എന്ന കൃതിയാണ്. തെരുവിലെ ചപ്പുചവറുകൾ പറക്കി ജീവിക്കുന്നവരുടെ കഥ പറയുന്ന ഒരു കൃതിയാണ് അക്കർമാശി. എഴുതിയിരിക്കുന്നത് നമ്മുടെ ശരൺ കുമാർ ലിംബാളെയാണ് എന്നോർക്കണം. ശരൺ കുമാർ ലിംബാളെ. അതിന് മലയാള പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത് കാളിയത്ത് ദാമോദരനാണ്. അക്കർമാശി എന്ന കൃതിക്ക് ശരൺകുമാർ ലിംബാളയുടെ കൃതിക്ക് പരിഭാഷ നിർവഹിച്ചത് കാളിയത്ത് ദാമോദരനാണ്. തെരുവിൽ കിടന്ന ഒരു കുട്ടിക്ക് ചപ്പുചവറ് പറക്കുന്നതിനിടയ്ക്ക് 30 രൂപ കിട്ടുകയും അത് തന്റെ അധ്യാപകനെ ഏൽപ്പിക്കുന്നതുമായ രീതിയിലുള്ള കഥകളൊക്കെയാണ് അതിൽ പറയുന്നത്. ഇനി ഏറെ പ്രശസ്തമായ ഒരു കൃതിയാണ് കണ്ണീരും കിനാവും. നമുക്ക് എല്ലാവർക്കും അറിയാം. VT ഭട്ടതിരിപ്പാട് അല്ലെ. നമ്മളുടെ അമ്പലത്തിൽ ഇരുന്നിട്ട് ആദ്യമായി ശർക്കര പൊതിഞ്ഞു കൊണ്ടുവന്ന പേപ്പറിൽ മാൻമാർക്ക് കൂടാന്ന് കൂട്ടി വായിച്ചപ്പോ അദ്ദേഹത്തിന് ഉണ്ടായ സന്തോഷമൊക്കെ നല്ല രീതിയിൽ വിവരിക്കുന്നുണ്ട് ഈ കൃതിയിൽ. അപ്പൊ കണ്ണീരും കിനാവും എന്നത് VT ഭട്ടതിരിപ്പാടിന്റേതാണ്. അടുത്തത് ഞാൻ കഥാകാരനായ കഥയാണ്. SK പൊറ്റക്കാട്. ഇതിൽ നിന്നൊരു ചോദ്യം വന്നിരുന്നു അല്ലെ. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കഥാകാരനായ കഥ എന്നത് SK പൊറ്റക്കാടിന്റേതാണ്. തൊട്ടടുത്തുള്ള വൃദ്ധയായ ഒരു സ്ത്രീക്ക് മകൻ ഇങ്ങനെ ഉപേക്ഷിച്ചു പോയ പോലെയായിരുന്നു. എന്നിട്ട് അവരുടെ വിഷമങ്ങള് തന്റേതായ ഭാഷയിൽ തുടരെ തുടരെ മകൻ എഴുതിയിട്ട് അവസാനം മകൻ അമ്മേനെ ഇങ്ങനെ തിരിച്ച് സ്നേഹിക്കുന്നതായി അത്തരം രീതിയിൽ പോകുന്ന ഒരു കഥയാണ്. ഇനി നോവലിസ്റ്റിന്റെ ശില്പശാല എന്നത് K സുരേന്ദ്രന്റേതാണ് എന്നോർക്കണം. ശില്പശാലയൊക്കെ ഉള്ളത് സുരേന്ദ്രനാണെന്ന് ആലോചിച്ചാൽ മതി. നോവലിസ്റ്റിന്റെ ശില്പശാല എന്ന് പറഞ്ഞാല് K സുരേന്ദ്രനാണ്. അടുത്തത് കാഥികന്റെ പണിപ്പുര. ഇമ്പോർട്ടന്റ് ആണ്. MT വാസുദേവൻ നായരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. MT വാസുദേവൻ നായർ ഒരു പണിപ്പുരയില് ചാരുകസേലയിൽ ഇരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പണി അതാണല്ലോ. അപ്പൊ കാഥികന്റെ പണിപ്പുര എന്നത് ആരുടേതാണെന്ന് ചോദിച്ചാല് MT വാസുദേവൻ നായരുടേതാണ് എന്നോർക്കണം. അടുത്തത് അശ്വമേധമാണ്. അശ്വമേധം എന്ന വാക്ക് പദശുദ്ധിയിൽ ചോദിക്കാറുണ്ട്. നോക്കി വെക്കണം. ധായാണ് ട്ടോ. അശ്വമേധം. അത് മുളങ്കാട് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ്. എഴുതിയത് വയലാർ രാമവർമ്മയാണ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ചൊല്ലിയിട്ടുള്ള ഒരു കവിതയാണ് അല്ലെ. അടുത്തത് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചെറുകഥയാണ്. അത് സുഭാഷ് ചന്ദ്രന്റേതാണ്. വിൻസെന്റ് വാൻ ഗോഗിന്റെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്നതിന്റെ പരിഭാഷയാണ്. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ പരിഭാഷ എന്ന് പറയാൻ പറ്റില്ല. അതിൽ നിന്ന് എടുത്ത് അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന പേരിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയത്. അടുത്തത് പറുദീസ നഷ്ടം എന്ന കഥാസമാഹാരത്തിൽ നിന്നാണ് ഈ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നത് എടുത്തിരിക്കുന്നത്. അത് ഓർക്കണേ. അടുത്തത് മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിത നമ്മുടെ ONV കുറുപ്പിന്റേതാണെന്ന് ആലോചിക്കണം. മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിത ONV കുറുപ്പിന്റേതാണ്. ആ കുരിശിൽ നിന്ന് എടുത്ത ശിശുവിനെ ഇങ്ങനെ മടിയിൽ താങ്ങിയിരിക്കുന്ന മാതാവിന്റെ പടമൊക്കെ വരുന്നതില്ലേ, അത് അതിലാണ് വരുന്നത്. അടുത്തത് അക്ഷരം എന്ന കവിതാ സമാഹാരം ONV കുറുപ്പിന്റേതാണ് എന്ന് നമുക്കറിയാം. വേരുകൾ എന്ന കൃതി D വിനയചന്ദ്രന്റേതാണ്. ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സംഭാഷണം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. വേരുകൾ എന്ന കൃതി D വിനയചന്ദ്രന്റേതാണ് എന്നോർക്കണം. അടുത്തത് പ്രശസ്തമായ ഒരു നോവലാണ്. തകഴിയുടെ നോവലാണ് രണ്ടിടങ്ങഴി എന്ന് നമുക്കറിയാം അല്ലെ. തകഴിയുടെ പ്രശസ്തമായ ഒരു നോവലാണ് രണ്ടിടങ്ങഴി. അതുപോലെ തന്നെ മറ്റൊന്നാണ് ചെമ്മീൻ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അടുത്തത് UK കുമാരനാണ്. UK കുമാരൻ ഓരോ വിളിയും കാത്ത് എന്ന ചെറുകഥയാണ്. ഓരോ വിളിയും കാത്ത് എന്നത് UK കുമാരന്റെ ചെറുകഥയാണ് എന്നാലോചിക്കണം. അടുത്തത് അമ്മത്തൊട്ടിലാണ്. അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ കരളലിയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൃതിയാണ് അമ്മത്തൊട്ടിൽ എന്ന്. അതായത് പ്രായാധിക്യമുള്ള അമ്മേനെ
കൊണ്ട് നടന്ന് തെരുവിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് മകൻ കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരുത്തി കൊണ്ടുപോവാണ്. അവിടെ ഇവിടെ ഒക്കെ നോക്കിയിട്ട് ഇതിന് ഉപേക്ഷിക്കാൻ പറ്റിയില്ല. അവസാനം തിരിച്ച് എന്താ ചെയ്യണത്, വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് കാറിന്റെ ബാക്ക് സീറ്റ് തുറക്കുമ്പോ അമ്മ സീറ്റിൽ ചാരി ഇരുന്ന അമ്മ ഇങ്ങനെ വീഴാണ്. അതായത് അമ്മ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു കവിതയാണ്. അത് റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിലാണ്. അതിലെ പ്രശസ്തമായ ഒരു വരികളാണ്: പെറ്റുകിടക്കും തെരുവു പട്ടിക്കെന്തൊരൂറ്റം, ഉരച്ചത് ചാടി കുതിക്കുന്നു. അതായത് തന്റെ കുഞ്ഞുങ്ങളെ എടുക്കാൻ വരണോന്ന് വെച്ചിട്ട് ഒരു അമ്മപ്പട്ടി ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചാടി കുതിക്കുകയാണ്. അതായത് തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന അമ്മേനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ. നേരെ മറിച്ച് ഇയാൾ എന്താ ചെയ്യണത്, അമ്മ വാത്സല്യത്തില് മോനെയും ഇതുപോലെ കരുതി വളർത്തിയതാണ്. വലുതായി കഴിഞ്ഞപ്പോ ആ അമ്മേനെ തന്നെ മകൻ ഉപേക്ഷിക്കാൻ കൊണ്ടു നടക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോഴാണ് ഇയാൾക്ക് മനംമാറ്റം വന്നിട്ട് ഭാര്യനെ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാന്ന് ആശ്വസിച്ചുകൊണ്ട് അമ്മേനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അതൊക്കെ വീണ്ടും ഇതാവണേക്കാളും മുമ്പ് അമ്മ പരലോകത്തെത്തി എന്നുള്ളതാണ്. അടുത്തത് പുറനാനൂറ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നേരത്തെ തിരുക്കുറല് തിരുവള്ളുവര് പറഞ്ഞു, ഇത് പുറനാനൂറാണ്. പുറനാനൂറ് ഔവയ്യാറിന്റേതാണ് എന്നോർക്കണം. അടുത്തത് കൊച്ചു ചക്കരച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയുണ്ട്. അത് AP ഉദയഭാനു ആണ്. AP ഉദയഭാനുവിന്റേതാണ് കൊച്ചു ചക്കരച്ചി എന്ന കൃതി. അടുത്തത് ഓണമുറ്റത്ത്. ചിലപ്പോൾ ഇത് ചോദിച്ചേക്കാം, എന്തായാലും ഓണമൊക്കെ വരല്ലേ. അത് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റേതാണ് എന്നാലോചിക്കണം. ഓണമുറ്റത്ത് എന്ന കവിത. വിട എന്ന കാവ്യ സമാഹാരവും വൈലോപ്പിള്ളിയുടേതാണ് എന്നോർക്കണം. അടുത്തത് കോഴിയും കിഴവിയും എന്നൊരു ചെറുകഥയുണ്ട്. അത് കാരൂർ നീലകണ്ഠപിള്ളയുടേതാണ് കേട്ടോ. കോഴിയും കിഴവിയും എന്ന ചെറുകഥ കാരൂർ നീലകണ്ഠപിള്ളയുടേതാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രവും ഗുരുസ്മൃതികളും എന്നത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടേതാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു ജീവചരിത്രവും ഗുരുസ്മൃതികളും എന്ന കൃതി കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടേതാണ്. തത്തമ്മ എന്ന കവിത അയ്യപ്പ പണിക്കരുടേതാണ് അല്ലെ. തത്തമ്മ എന്ന കവിതയുള്ളത് അയ്യപ്പ പണിക്കരുടേതാണ്. അടുത്തത് നവയാത്രകൾ എന്നൊരു ലേഖനമുണ്ട്. അത് നമ്മുടെ സുകുമാർ അഴീക്കോടിന്റേതാണ്, നവയാത്രകൾ എന്ന ലേഖനം. അടുത്തത് പണയമാണ്. പണയം സന്തോഷ് കുമാറാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് പണയം വെക്കുന്നത് പൈസ കിട്ടാനാണ്. ആ പൈസ കൈ നിറയെ കിട്ടി കഴിയുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ചിരിക്കും അല്ലെ. അപ്പൊ പണയം എന്ന ചെറുകഥ സന്തോഷ് കുമാറിന്റേതാണ് എന്നോർക്കണം. ഇനി അമ്മയുടെ എഴുത്തുകൾ എന്ന് പറഞ്ഞിട്ട് V മധുസൂദനൻ നായരുടെ ഒരു കൃതിയുണ്ട്. അത് ഗാന്ധി എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഗാന്ധി എന്ന കാവ്യ സമാഹാരത്തിൽ നിന്നാണ് അമ്മയുടെ എഴുത്തുകൾ എന്നൊരു ഭാഗം എടുത്തിരിക്കുന്നത്. അത് V മധുസൂദനൻ നായരുടെ കൃതികളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൃതികളും എഴുത്തുകാരും എന്നതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ SCRT 10ാം ക്ലാസ്സിലെത്തത് ഇതുപോലെ സെക്ഷൻ ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് നോട്ട് പോലെ എഴുതിയെടുത്ത് പഠിക്കാം. ഈ വരുന്ന LDCക്ക് മാത്രമല്ല, ഇതിന് ശേഷം ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ ഒരുപാട് പരീക്ഷകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതിലേക്കും നിങ്ങൾക്ക് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് ക്ലാസ് കണ്ടിട്ട് നോട്ട് തയ്യാറാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മറച്ചു നോക്കുമ്പോൾ അത് നമുക്ക് ഹൃദിസ്ഥമായിക്കോളും. പെട്ടെന്ന് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ എല്ലാം കൂടെ ഓർത്തിരിക്കാൻ നമ്മൾ റോബോട്ടുകളൊന്നല്ലല്ലോ. അപ്പൊ ഒന്ന് എഴുതി വെക്കുക, പഠിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ സോർട്ട് ചെയ്ത് ഓരോ ക്ലാസ്സുകളായിട്ട് കൊണ്ടുവരാം. അപ്പൊ താങ്ക് യു.